അവരുടെ നിശ്ചയം, അവരാണ് ഏത് തലത്തിലേക്ക് പോകണം. ഇപ്പം നമ്മളൊരു പട്ടാളത്തിൽ ആൾക്കാരെടുക്കണം, അത് എന്ത് കണ്ടിട്ടാണ് അവർ നമ്മളെ സെലക്ട് ചെയ്യണമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ നമ്മളുടെ ആ വീര്യം കണ്ടിട്ടായിരിക്കാം, ചില ഹൈറ്റ് കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ മസിൽ കണ്ടിട്ടായിരിക്കാം. ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഡയമെൻഷൻസ് ഏതാണ്? സുപ്പീരിയർ ഡയമെൻഷൻസ് ആണ് ഈ സൃഷ്ടാവ ദൈവത്തിൻ്റെ ഡയമെൻഷൻ. അവിടേക്ക് എത്തിച്ചേരുകയാണോ എല്ലാ ഈ? അല്ലല്ല, അവിടേക്ക് എത്തേണ്ടവരെ എത്തുള്ളൂ. അവർ പ്രാർത്ഥിക്കും, കാര്യം കാണും, കാഴ്ചകൾ കാണും, സംസാരം കിട്ടും, ചെയ്യേണ്ട കാര്യം ചെയ്യും. ഇതാണ് ആ ലക്ഷ്യം. ഇപ്പൊ ചേട്ടന്റെ ആത്മാവ് ഇനി പോവുകയാണെങ്കിൽ ആ ഒരു സുപ്പീരിയർ തലത്തിലേക്കായിരിക്കും പോകുന്നത്? സുപ്പീരിയർ തലത്തിലേക്കായിട്ട് പോകണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഞാൻ തെറ്റിപ്പോയാൽ എനിക്കും ഡീ പ്രൊമോഷൻ വരും. ഈ ഡയമെൻഷൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? അയ്യോ, അത് ഒരുപാടുണ്ട്. എനിക്ക് തന്നെ പലത് പറഞ്ഞുകൂടാ. ഞാൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ 3 ഡയമെൻഷനിലെ മനുഷ്യന് വേണ്ടത് കൊടുക്കുക. ഇത് മനസ്സുകൊണ്ട് കാണുന്ന നമ്മൾ ഇതൊന്നും കാണാതെ തലരിഞ്ഞ് ജീവിക്കുന്നവരടുത്ത് നമ്മൾ പറയും നിങ്ങളാണ് മനസ്സ് രോഗം എന്ന് പറയും. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രലോകമൊന്നും ഇതിനെ അംഗീകരിക്കാത്തത്? അവർക്ക് ഈ കഴിവുകൾ വരുന്നില്ല. അവരെൻ്റെ അടുത്ത് പറയണം, ഞാൻ ഇങ്ങനെ കണ്ടു, സ്വപ്നത്തിലൂടെ ധ്യാനിച്ചിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു, ചേട്ടൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും എന്ത് പറഞ്ഞു എന്ന്. അപ്പോൾ എനിക്കറിയാൻ പറ്റും ദൈവമാണ് കാണിച്ചു കൊടുത്ത്. സത്യമാണ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഇൻഫർമേഷൻ കിട്ടും, ഇങ്ങനെ കാര്യങ്ങളാണ് എന്ന് കിട്ടും. കാര്യം ലിങ്ക് ചെയ്യണ ഒരേ ശക്തിയല്ലേ. അപ്പോൾ ബാക്കി ഞാൻ സഹായിക്കും. അപ്പോൾ അവൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറും, കാര്യങ്ങളെല്ലാം ക്ലിയർ ആകും. അങ്ങനെ എത്രയോ പേര് വരുന്നുണ്ട്. അല്ല, ഈ മറ്റൊരാൾ ഇപ്പം ചേട്ടനെ ഒരു ശക്തി നിയന്ത്രിക്കണമെങ്കിൽ ബാക്കിയുള്ള ആളുകളെ അതുകൂട്ട് മറ്റുള്ള ശക്തികൾ നിയന്ത്രിക്കാറില്ലേ? ഉണ്ട്. കറക്റ്റ്. എന്നോട് പറയുന്ന, എന്നോട് സംസാരിക്കുന്ന ആ സൃഷ്ടാവാം ദൈവത്തിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഈ ശക്തിക്ക് ഇതിലോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. അവരെയാണ് വേണ്ടത്. പിടിയിടലുണ്ട്. അതായത് ഈ ഒരു തലം, ഞാൻ ഈ പറഞ്ഞ തലം ഉണ്ടല്ലോ, ഇതിൽ ജാതകമില്ല, അതില്ല, ഗ്രഹനിലയില്ല, പൂജയില്ല, മന്ത്രവാദമില്ല, വേറെ ഒന്നുമില്ല. നേരിട്ട് ഉള്ളിലൂടെ അവനവൻ്റെ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞിട്ട് നേരിട്ട് അകമേ കണക്ഷൻ, അകമേ സംസാരം, ചോദിക്കുക, ഉത്തരം പറയുക. ഈ ലെവലിൽ നിൽക്കുന്ന ഒരുപാട് ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. അവരെ ആയിട്ടാണ് ഞാൻ ബന്ധം ഉണ്ടാക്കേണ്ടത്. അവരെ സഹായിക്കുക, ഈ ലെവലിൽ എത്തിക്കുക. അങ്ങനെ എത്ര പേര് എത്തണമുണ്ട്. അപ്പം ബാക്കിയുള്ള ആളുകൾ അവരെ അടുത്ത അവർക്ക് പോകേണ്ട തലത്തിലേക്കുള്ള ഗുരുക്കന്മാരെ അവരിലേക്ക് അവരെത്തും. വ്യത്യസ്ത ഡയമെൻഷനാണ്. ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഇപ്പം 7 ഡയമെൻഷൻസ് സ്വർഗമുണ്ട്, 7 ഡയമെൻഷൻസ് നരക ലെവലിലുണ്ട്. അതായത് പോസിറ്റീവിൽ 7 ഉണ്ട്, നെഗറ്റീവിൽ 7 ഉണ്ട്, അങ്ങനെ 14 ഉണ്ട്. ഇതിൽ ഈ പോസിറ്റീവിൽ തന്നെ ഓരോ ഡയമെൻഷനകത്ത് തന്നെ അനേക സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഉയർന്നു പോകുന്നതോറും അതിനകത്ത് അനേക സെക്ഷൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇത് നിശ്ചയിക്കുന്നത്? അവനവൻ്റെ ആത്മീയ വളർച്ച അനുസരിച്ച് അദൃശ്യ ശക്തികളാണ് നിശ്ചയിക്കുന്നത്. നമുക്കറിയാൻ പറ്റില്ല. അവരുടെ നിശ്ചയം, അവരാണ് ഏത് തലത്തിലേക്ക് പോകണം. ഇപ്പം നമ്മളൊരു പട്ടാളത്തിൽ ആൾക്കാരെടുക്കണം, അത് എന്ത് കണ്ടിട്ടാണ് അവർ നമ്മളെ സെലക്ട് ചെയ്യണമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ നമ്മളുടെ ആ വീര്യം കണ്ടിട്ടായിരിക്കാം, ചില ഹൈറ്റ് കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ മസിൽ കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യണ ഇത് കണ്ടിട്ടായിരിക്കാം. അത് ആ ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ തമ്മിൽ സംസാരിച്ചുള്ള പ്ലാനല്ലേ. അതേപോലെ നമ്മളുടെ ആത്മാവിനെ ഏത് തലത്തിൽ കൊണ്ടുപോകണമെന്നുള്ളത് നമ്മളെന്ന് ഉയർന്ന് നേരത്തെ പാസ്സായ, ഈ പറഞ്ഞ യോഗേശ്വരന്മാരെന്നൊക്കെ പറഞ്ഞില്ലേ, നേരത്തെ പാസ്സായവരാ, അവരിലൂടെയൊക്കെ വരുന്നൊരു സെലക്ഷനാണ്. അല്ല, നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ശ്രമിക്കുക, ഫസ്റ്റിലെത്താനായിട്ട് ശ്രമിക്കുക. ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഡയമെൻഷൻസ് ഏതാണ്? സുപ്പീരിയർ ഡയമെൻഷൻസ് ആണ് ഈ സൃഷ്ടാവ ദൈവത്തിൻ്റെ ഡയമെൻഷൻ. അവിടേക്ക് എത്തിച്ചേരുകയാണോ എല്ലാ ഈ? അല്ലല്ല, അവിടേക്ക് എത്തേണ്ടവരെ എത്തുള്ളൂ. അവിടെ എല്ലാവരും എത്തൂല. അവർ ഒന്നിൻ്റെ പിറകെ പോകില്ല. അവർ ആ സൃഷ്ടാവ ദൈവം മാത്രം, ആ ഒരു ലെവലിലേ അവർ ചിന്തിക്കുകയുള്ളൂ. എൻ്റെ അടുത്ത് അങ്ങോട്ട് തിരിച്ചെത്തണം എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ എൻ്റെ മനസ്സിൽ, എൻ്റെ കൊച്ചിലെ എൻ്റെ മനസ്സിൽ ഞാൻ വേറെ ഒന്നിൻ്റെയും എനിക്ക് ആശ്രയമില്ല. പക്ഷേ എന്നോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് പണ്ട് മുതലേ അവരുടെ മനസ്സ് അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഇടയിലുള്ള ഇടനിലക്കാരിലൊന്നും അവരുടെ മനസ്സ് നിൽക്കില്ല, അവർക്ക് അതിന് തൃപ്തി വരില്ല. ഇപ്പം തന്നെ പല ഗുരുക്കന്മാർ ഭയങ്കര ആത്മീയ ലെവലിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പലരും എന്നെ വിളിച്ചിട്ട് നമുക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല, അതെന്ത് സംഭവം, അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് എൻ്റെ വഴി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ കറക്റ്റ്, ഇത് എനിക്ക് തൃപ്തിയാവുന്നുണ്ട്. ആ ആത്മാക്കൾക്ക് ഒരു ലെവലുണ്ട്. അപ്പോൾ ആ ലെവലിലുള്ള ആൾക്കാരെ എന്നിലൂടെ കണ്ടെത്തുക, അതാണ് എൻ്റെ ജോലി. അവരിലൂടെ ഒരു യുഗം, സത്യയുഗം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെയുള്ള മറ്റുള്ള യാതൊരു ചടങ്ങുകളോ മനുഷ്യദൈവങ്ങളോ അമ്പല പ്രാർത്ഥന, ആരാധന, പള്ളി, മുസ്ലിം ഇങ്ങനൊന്നുമില്ല. ഇതൊക്കെ ഭൂമിയിലുണ്ട്. ഈ വിഭാഗക്കാർക്ക് ഇതൊന്നും വേണ്ട. ഈ വിഭാഗക്കാർക്ക് അവരുടെ ഉള്ളിലൂടെയാണ് ആ പ്രപഞ്ച സൃഷ്ടിയായിട്ട് നേരിട്ടാണ് ആ ലിങ്ക് കിടക്കുന്നത്. അവർ പ്രാർത്ഥിക്കും, കാര്യം കാണും, കാഴ്ചകൾ കാണും, സംസാരം കിട്ടും, ചെയ്യേണ്ട കാര്യം ചെയ്യും. ഇതാണ് ആ ലക്ഷ്യം.
ഇപ്പൊ ചേട്ടന്റെ ആത്മാവ് ഇനി പോവുകയാണെങ്കിൽ ആ ഒരു സുപ്പീരിയർ തലത്തിലേക്കായിരിക്കും പോകുന്നത്? സുപ്പീരിയർ തലത്തിലേക്കായിട്ട് പോകണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഞാൻ തെറ്റിപ്പോയാൽ എനിക്കും പ്രൊമോഷൻ വരും. എൻ്റെ ലക്ഷ്യം അങ്ങോട്ട് പോകണമെന്നാണ്. കാരണം ആ ഒരു തലത്തിൽ നിന്നാണ് ആത്മാവ് വന്നേക്കുന്നത്. ശരിക്കും ഈ ജോലി ചെയ്യണേൽ എനിക്ക് ഞാൻ ഉഴപ്പിയോ ഭൗതിക സുഖത്തിലോ ഇപ്പോൾ പേരും പ്രശസ്തിയിലൊക്കെ ഞാൻ വഴുതി വീണാൽ എൻ്റെ തലവും മാറിപ്പോകും. ഈ ഡൈമെൻഷൻസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അയ്യോ, അത് ഒരുപാടുണ്ട്. എനിക്ക് തന്നെ പലത് പറഞ്ഞുകൂടാ. ഞാൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ 3 ഡയമെൻഷനിലെ മനുഷ്യന് വേണ്ടത് കൊടുക്കുക, അവരെ അതിൽ നിന്നും കൊണ്ട് ജയിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനപ്പുറത്തോട്ട് വലിയ 4th ഡയമെൻഷനിൽ പോയിട്ട് നമ്മൾ 4th പോകും. 4th പോയിട്ട് പഠിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ 4th അവിടെ നിന്ന് 5th ഡയമെൻഷനിലോട്ട് ഉയർന്ന തലത്തിൽ പിന്നെയും പോകും. അവിടെ നിന്നും പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ 3 ആരും ഒന്നും പഠിച്ച് എടുക്കുന്നില്ല. എല്ലാം അറിവ് കിട്ടിയിട്ട് അവരൊരു ഇഷ്ടത്തിനങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരും അതനുസരിച്ച് മാറുന്നില്ല. അപ്പോൾ ഇതാദ്യം ഇത് മാറട്ട്, എന്നിട്ട് വലിയ വലിയ തലത്തിലുള്ള അറിവുകൾ എന്നിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 4th ബാക്കി ഇത്തിരി വലിയ തലത്തിലുള്ളതും ബേസിക്കായിട്ട് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില കുഴിഞ്ഞ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ അത്രയും പറഞ്ഞു കൊടുക്കാനുള്ള അത് ഒരു മനുഷ്യൻ ഇല്ല. ചേട്ടനപ്പോൾ ഏത് ഡയമെൻഷനിലാണ്? 7th ആണോ അതോ 6th ആണോ? അങ്ങനെ പറയാൻ കഴിയും. എൻ്റെത് 7th പോകാനാണ് എൻ്റെ പ്ലാൻ, എൻ്റെ ലക്ഷ്യം അതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തും അനുസരിച്ച് ചെയ്യണത്. എന്നിട്ട് നമുക്ക് പല കേസിലും നമുക്ക് എന്തൊക്കെയാണ് ചേട്ടനോട് പറഞ്ഞിട്ടുള്ളത്? ആ ഒരു ഇത് പറഞ്ഞനുസരിപ്പിക്കൽ പരിപാടിയല്ല ഇത്. പിന്നെ എങ്ങനെയാണ്? നമ്മുടെ മനസ്സ് ആ പ്രകൃതിയുടെ അതുമായിട്ട് ചേർന്ന് വരും. പ്രകൃതിയോട് സംസാരിക്കുകയാണ്. പ്രകൃതിയോട് സംസാരിക്കുക എന്ന് വെച്ചാൽ നമ്മളും പ്രകൃതിയുടെ മനസ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നമ്മൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരില്ലേ? ചിലപ്പോൾ അനാവശ്യമായിരിക്കും പറയണത്. പക്ഷേ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം, അവൻ അറിവില്ലാത്തവൻ, അവൻ അത്രേ വിവരങ്ങൾ ഈ കാര്യത്തിൽ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ ശരി വെച്ചിട്ട് അവൻ തർക്കിക്കുന്നതാണ്, അവൻ അത്രേ അറിയാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് ശാന്തനാകണം. ഇതാണ് പ്രാക്ടീസ്. ഇങ്ങനെ ചെയ്ത് ഈ പ്രകൃതിയായ ദൈവം ഈ നിരീശ്വരവാദികളെയും മൃഗങ്ങളെയും മനുഷ്യരെയും ചിത്ത് കളിക്കുന്നവരെയും അവരെ എല്ലാവരെയും ഒരേപോലെ പ്രകാശം കൊടുക്കുന്നു, മഴ കൊടുക്കുന്നു, അവർക്കൊക്കെ വരുമാനം കൊടുക്കുന്നു, കുടുംബം കൊടുക്കുന്നു. ഇതൊക്കെ എല്ലാം നോക്കിയും കണ്ട് ചെയ്യണത് കണ്ട. അല്ലാതെ ഇങ്ങനെ പറയുന്നവൻ എന്നാൽ നീ നിൻ്റെ കുടുംബം നശിച്ചു പോകുമെന്ന് പറഞ്ഞ് കളയണില്ല. കാരണം അവൻ്റെ അറിവില്ലായ്മയാണ്. പല ജന്മങ്ങളിലൂടെ അവൻ അറിവ് കിട്ടും. അതിപ്പം നോക്കണ്ട. ഇപ്പം നമ്മളിപ്പോൾ അനാവശ്യം വല്ലതും പറഞ്ഞാൽ എന്തെങ്കിലും കുത്തി സംസാരിക്കുന്ന വെച്ചാൽ അവൻ അടുത്ത ജന്മങ്ങളിലായിരിക്കും ഈ പുള്ളി പറഞ്ഞ കറക്റ്റ് എന്നുള്ള ബോധം വരണത്. അത്രയും വളരണ്ടേ? നമ്മൾ ഈ ജന്മേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ പ്രകൃതിയുടെ ആ മനസ്സനുസരിച്ച് ഒരേ ലെവലിൽ എത്തുന്നവർക്കേ 7th കിട്ടുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പാപികളായിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ ഈ ഒരു ഡയമെൻഷനിലേക്ക് എത്താൻ കഴിയില്ലേ? ജന്മങ്ങൾ കഴിഞ്ഞ് എത്താൻ പറ്റും. അപ്പോൾ ഈ പാപികളോട് ഇനി അങ്ങോട്ട് ജന്മങ്ങൾ ഇല്ലേ? അല്ല, ഇവർ ഇത്രയും നാൾ ഞാനിപ്പോൾ എനിക്ക് 25 വയസ്സായി. ഒരു 30 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം തിരുത്തി ഞാനൊരു നല്ലൊരു പാതയിലേക്ക് എത്താൻ പറ്റും. പോവുകയാണ്. 7th എത്താൻ പറ്റൂല. അതെന്തുകൊണ്ടാണ്? ദൈവം കാരണം ഞാൻ 7th എത്തണം എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ ഏതാണ്ട് ആ ഡയമെൻഷനിലോട്ടൊക്കെ എത്തിയ ആത്മാവാണ്. അപ്പോൾ ഈ ജന്മത്തിൽ എനിക്ക് അതിൻ്റെ അപ്പുറത്താണ് എത്താൻ ഞാൻ നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ചെറുപ്രായത്തിലെ ഈ ഒരു ബന്ധം എനിക്കുള്ളത്. പക്ഷേ ഇപ്പം നിനക്ക് ഞാൻ നിനക്ക് ചോദിച്ചു ചെറുപ്രായത്തിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല എങ്കിൽ അതിനർത്ഥം അത്രയും വലിയ ഡയമെൻഷനിലോട്ട് നിൻ്റെ ആത്മാവ് പോയിട്ടില്ല. അപ്പം ആദ്യം ആ ഡയമെൻഷനല്ലേ പോവേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പോയവർക്ക് അവരുടെ അനുഭവത്തിലൂടെ അറിയാൻ പറ്റും. എന്നെ വിളിക്കുന്ന പലരും പറയുന്നുണ്ട്, ചെറു പ്രായത്തിൽ അവർ ആത്മാവരെ വിട്ട് സഞ്ചരിക്കുന്നു, പല സ്ഥലങ്ങൾ ഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പോയി കാണുന്നുണ്ട്, ആരോ അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ പോയി എന്നും പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ആയിരുന്ന ആത്മാവിനെ ഈ ഭൗതികമായി ഈ കാലഘട്ടത്തെ ജീവിതത്താൽ മുരടിപ്പിച്ച് കളഞ്ഞതാണ്. പക്ഷേ ഇവരുടെ ജന്മത്തിൽ ആ കഴിഞ്ഞ ആത്മാവിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇവരതും തിരിച്ചറിയാതെ അച്ഛൻ പറയണത് കേട്ടും മാമൻ പറയണത് കേട്ടും സുഹൃത്തുക്കളെ കൂടെ ജീവിച്ചും അപ്പുറത്തവരെ കാണിക്കണത് പോലെ അവിടെയും പോയി ഇവിടെയും പോയി നെഗറ്റീവായി പോയി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പവർ ഭായിൽ നിന്ന് ആത്മാവ് മുരടിച്ചു പോയി. ഇനി അതിനെ തിരിച്ച് പൊക്കിക്കൊണ്ട് വരലാണ് എൻ്റെ ജോലി. അപ്പോൾ അവരെയാണ് എനിക്ക് വേണ്ടത്. പക്ഷെ നമ്മളെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പം ജോലിക്ക് പോകണം, അങ്ങനെയെല്ലാം നമുക്ക് ഇപ്പം സാമൂഹ്യപരമായി നിന്നാൽ മാത്രമല്ല നമുക്ക് ജീവിക്കാൻ കഴിയും. എനിക്ക് ഞാൻ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. എനിക്ക് വേറെ ജോലി ഉണ്ട്. ഇതെൻ്റെ ജോലിയല്ല. ഞാൻ ഡെന്റൽ ടെക്നീഷ്യനാണ്, ഡെന്റൽ മെക്കാനിക്കാണ്. ആർട്ടിഫിഷ്യൽ പല്ലൊക്കെ ഉണ്ടാക്കി ക്ലിനിക്കൽ ഡോക്ടേഴ്സിനെ കൊടുക്കുന്ന സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ ഡോക്ടേഴ്സുമായിട്ട് ഇടപെടുന്നുണ്ട്, ആൾക്കാരായിട്ട് ഇടപെടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോഴല്ലേ സാമൂഹ്യമായി ഇടപെടുമ്പോഴല്ലേ നമ്മൾ ഈ രീതിയിലൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ പോകരുത്.
നമ്മളെന്തിനാ അവരുടെ കൂടെ തെറ്റിലേക്ക് പോകണം, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ല, അവരെ സംബന്ധിച്ച് അതൊരു തെറ്റായിരിക്കത്തില്ലല്ലോ. അവർ പോട്ടെ, നമ്മൾ പോകേണ്ടത് എന്തിനു പറയണം? അല്ല, നമുക്കാണെങ്കിലും ഇപ്പം ഞാൻ പോകുന്ന വഴിയാണെങ്കിലും എനിക്കത് തെറ്റായിട്ട് തോന്നാറില്ലല്ലോ. കാരണം നമ്മളൊരു സാമൂഹ്യപരമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനുള്ള ആളുകളെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു തെറ്റാവുന്നില്ലല്ലോ. നമ്മുടെ ചിന്താഗതി മാറുന്നതിനനുസരിച്ചല്ലേ. നമ്മുടെ ചിന്താഗതി മാറുന്നതനുസരിച്ചാണ് ഈ തെറ്റിപ്പോണേന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചിന്താഗതി എന്തിനു മാറ്റണം അവർക്ക് വേണ്ടി? അല്ല, ഇപ്പം നമുക്ക് ജന്മന നമ്മുടെ ഉള്ളിൽ ഒരു സംസാരം, ചില കാഴ്ചകൾ കാണൽ, നെഗറ്റീവ് ശക്തികളെ കാണൽ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി നമുക്ക് ചെറുതിലേ ഉണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ വേണ്ട. അപ്പം നമ്മളെ ഫ്രണ്ട്സ് നിർബന്ധിക്കുകയാണ്. നമ്മൾ എന്തിന് ആ നിർബന്ധത്തിൽ തെറ്റി അവരോടെ പോകണം? കാര്യം അവർക്ക് അങ്ങനത്തെ അനുഭവങ്ങളില്ല. അവരുടെ ഉള്ളിൽ നിന്ന് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാനൊരു ശക്തിയില്ല. അവരുടെ ആത്മാ അത്രയും പവർഫുൾ അല്ലാത്തതുകൊണ്ടാണ് അവർ തെറ്റിപ്പോണത്. ഇത് ഈ ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു മാനസിക രോഗമാണെങ്കിലും ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാനസിക രോഗമാണ്. 100% മാനസിക രോഗമാണ്. ഈ ആത്മാക്കളെ കാണുന്നു എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. കാരണം മനസ്സുകൊണ്ട് കാണുന്നതല്ലേ. ഇപ്പോൾ മനസ്സുകൊണ്ട് കാണാത്ത ഒരാൾ ഇങ്ങനെ കാണുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ അവൻ അനുഭവിക്കാത്തൊരു കാര്യം അവൻ പറയും രോഗമാണെന്ന് പറയും. പക്ഷേ ഇത് മനസ്സുകൊണ്ട് കാണുന്ന നമ്മൾ ഇതൊന്നും കാണാതെ തലരിഞ്ഞ് ജീവിക്കുന്നവരടുത്ത് നമ്മൾ പറയും നിങ്ങളാണ് മാനസിക രോഗം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രലോകമൊന്നും ഇതിനെ അംഗീകരിക്കാത്തത്? അവർക്ക് ഈ കഴിവ് വരുന്നില്ല. ഈ കഴിവ് കിട്ടുന്ന ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നുണ്ടല്ലോ. ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത് എപ്പോഴും ഇതെല്ലാം തേടി പോകുന്ന ആളുകളല്ലേ. എന്ത് തേടി പോകുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവരല്ലേ തേടി പോണത്. ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ ഒന്നും പറഞ്ഞാത്തൊരു ആത്മാവായിരിക്കും. ഇവരെത്ര തേടിയാലും ആത്മാവ് ഉയരില്ലല്ലോ. കഴിഞ്ഞ ജന്മത്തിലെത്തി പവർഫുള്ളായ ആത്മാവേ അടുത്ത ജന്മത്തിൽ അതിനപ്പുറത്ത് തേടിയാലും കാര്യം കിട്ടുള്ളൂ. ഇപ്പം ഒരു കൊച്ചുകുട്ടി ടി വിയിൽ കാണുകയാണ്, ഓപ്പറേഷൻ ചെയ്യണത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കൊച്ചുകുട്ടി പിറ്റേ ദിവസം മുതൽ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് തേടി പോയി കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? കുറേ കാലം കഴിയുമ്പോൾ കഴിയുന്നത്. അതേപോലെ കുറേ ജന്മങ്ങൾ കഴിയുമ്പോൾ, ഇതിൽ കാലം എന്ന് പറഞ്ഞ ജന്മങ്ങളാണ്. അത്രയും ജന്മം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അത് അന്ന് പിടികിട്ടും. അങ്ങനെ തേടിപ്പോയിരുന്നവരാണോ കഴിഞ്ഞ ജന്മങ്ങളിലെ നമ്മൾ ഈ ഗുരുക്കന്മാർ എന്ന് പറയുന്ന ആൾ? കറക്റ്റ്. അവരിതിന് മുമ്പ് വലിയ ശാസ്ത്രജ്ഞന്മാരും ഇപ്പം നമ്മൾ ഈ കാണുന്ന എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവമായിട്ട് ബന്ധം നിൽക്കുന്ന ആ വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സാധാ ലെവലിൽ, എനിക്ക് പണ്ടേ ഈ സാധാ ലെവലിൽ എൻ്റെ വീട്ടുകാരൊക്കെ പറയും നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടാ, ഇത്തിരി മുടി ചെയ്തിട്ട് നട, എനിക്കതിനും താല്പര്യമില്ല. ഞാൻ പറയും എന്തിന് ഈ പുഴുത്തോണ സാധനത്തിൽ കത്തിപ്പോണ സാധനത്തിൽ ഞാൻ എന്തിന് മെനുക്കാൻ പോകണം എന്നാണ് എൻ്റെ ചിന്ത. അത് എന്തുകൊണ്ട് എനിക്ക് ആ ചിന്ത വരുന്നു? ഇത് പറഞ്ഞു പഠിപ്പിക്കേണ്ട സാധനമല്ല. ഇത് കഴിഞ്ഞ ജന്മത്തിലൂടെ കിട്ടിയ അറിവിലാണ് ഈ ജന്മത്തിലെ തുടക്കത്തിൽ എൻ്റെ മനസ്സിലാണ് കാഴ്ചപ്പാട് വരുന്നത്. ഇങ്ങനെ കാഴ്ചപ്പാട് വരുന്നവർക്കാണ് അടുത്ത ലെവൽ സാധനങ്ങൾ കിട്ടി പോണത്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ആത്മീയത്തിൽ ഇവരെന്തോ പറയുന്നു, എന്നാൽ പിന്നെ എനിക്കത് അറിയണമല്ലോ എന്നും പറഞ്ഞ് ഗവേഷണത്തിൽ ഇറങ്ങിയാൽ നടക്കില്ല. അവൻ്റെ ഉള്ളിൽ നിന്നത് വരണം. ഇങ്ങനെ ഞാൻ കാണുന്നു, ഇങ്ങനെ ഞാൻ കേൾക്കുന്നു, അപ്പോൾ ഇതെന്താണെന്ന് അവൻ അനുഭവത്തിലൂടെ ഇറങ്ങുമ്പോഴാണ് അവൻ വളർന്ന് വരണത്. അല്ല ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കും അങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ വരാത്തൊരു വ്യക്തി ഇരുന്ന് മെനക്കെട്ട നടക്കില്ല. ഇതെല്ലാം ചിലപ്പോൾ ഒരു തോന്നലായിക്കൂടെ? എല്ലാം തോന്നില്ല തന്നെ. ഇപ്പം നിനക്ക് ഇവിടെ വരണമെന്നുള്ളത് നിനക്ക് തോന്നിയിട്ടില്ലേ വന്നത്? രോഹിത്തിന് നിന്നെ ഇങ്ങോട്ട് അയക്കണമെന്ന് രോഹിത്തിന് തോന്നിയിട്ടില്ലേ അയച്ചത്? അതെ. തോന്നൽ എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ചിന്താശേഷി ചിന്ത എവിടെ നിന്ന് വന്നു? ഇതൊക്കെ അല്ല, ചില തോന്നുന്നത് നീ ഉറങ്ങി കിടക്കുകയാണ്, ഉറങ്ങാൻ കിടന്നു, ഉറങ്ങിപ്പോയി, എന്ത് വേറെ ഒന്നും തോന്നാത്തത്? ആ സമയത്ത് എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടാവുമായിരിക്കും. ഉണ്ട്, നീ അറിയുന്നില്ല. ആ തോന്നലിലാണ് നമ്മൾ സ്വപ്നം കാണുന്നതും ആത്മാവ് മറ്റേ സഞ്ചരിക്കുന്നതും ഇതുമെല്ലാം ആ സമയത്ത് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ആ സമയത്ത് ആത്മാവിന് തോന്നുന്ന കാര്യങ്ങൾ നിനക്ക് ബോധമുള്ള സമയത്ത് നിനക്ക് തോന്നിപ്പിച്ചാലോ? നീ ബോധം കെട്ടിടക്കണോണ്ട് തോന്നിപ്പിച്ചാലും നീ അറിയാൻ പോണില്ല. പക്ഷെ നിനക്ക് ബോധമുള്ളപ്പോൾ തോന്നിപ്പിച്ചാൽ നീ അത് ചെയ്യും. അല്ല, നമുക്ക് ഈ ബോധമുള്ള സമയത്ത് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മോഹൻലാലിൻ്റെ താളവട്ട സിനിമ, മോഹൻലാലിൻ്റെ മറ്റേ ഡോക്ടറിൻ്റെ മൂക്കിൽ ഈച്ച ഇരിക്കണം. മോഹൻലാൽ ഈച്ച എന്ന് പറഞ്ഞ് അടിച്ചു. അവിടെ ഈച്ച ഉണ്ടാ? ഇല്ല. പക്ഷെ മോഹൻലാലിന് തോന്നി. മോഹൻലാലിന് നമ്മൾ ആ പ്രാന്തൻ്റെ അടുത്ത് പറയണം അവിടെ ഈച്ച ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല. കാരണം അവൻ കണ്ടതും അവന് തോന്നിയതിൽ അതേ അവനറിയാവൂ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ തോന്നല്ലേ എന്ന് പ്രാർത്ഥിക്കുക. അതെല്ലാവർക്കും തോന്നുന്നില്ലല്ലോ, അതാണ് ഏറ്റവും. അങ്ങനെ തോന്നല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മാറിപ്പോകുന്നിരിക്കും. നമ്മളെ കയ്യിലല്ല ഈ തോന്നലും കാര്യങ്ങളല്ല. നമ്മളെ നിയന്ത്രിക്കുന്ന എല്ലാം കുറേ ശക്തികളാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ 7 പ്രധാന ചക്രാസും ശക്തികളും അതിനോട് സഹായിക്കുന്ന അനേക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശക്തികളുണ്ട്. ഇതിനെയൊക്കെ ദേവന്മാരെന്ന് പറയുന്നത്. ഇവരെയാണ് നമ്മൾ മൂക്ക് ചീറ്റിക്കുന്നത്, കണ്ണീര് വരുത്തിക്കുന്നത്, കക്കൂസി പോണത്, മൂത്രമൊഴിപ്പിക്കുന്നത്, ഹാർട്ട് നിയന്ത്രിക്കുന്നത്, കിഡ്നി, ഇവരൊക്കെ ഓരോരോ ശക്തികളാണ്. ഏതെങ്കിലും ഒരു ശക്തി പിണങ്ങിയാൽ നമുക്ക് അവിടെ പ്രശ്നം വരും.
ഈ 30 കോടി ദേവതകൾ ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാ എനർജീസിലാണ്. ദേവതകൾ ദേവന്മാരെന്നുള്ളത് മനുഷ്യർക്കന്ന് മനസ്സിലാകാൻ വേണ്ടി ഗുരുക്കന്മാരെ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇതെല്ലാം ഓരോ പവേഴ്സാണ്, നിയന്ത്രിക്കാൻ ശക്തിയുള്ള ചില എനർജീസുകളാണ്. അത് നമ്മളെ മൃഗങ്ങൾക്കുണ്ട്, ചെടികൾക്കുണ്ട്, എല്ലാത്തിനും നിയന്ത്രണത്തിലൂടെയാണ് കാര്യം നടക്കുന്നത്. എല്ലാവർക്കും അപ്പം ഡിഫറൻസ് എനർജി അല്ലേ? വ്യത്യാസമുണ്ട്, കൂടിയും കുറഞ്ഞിരിക്കും. ഓരോ എനർജീസിനും ഓരോ കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ, ഓരോ ഡ്യൂട്ടിയുണ്ട്. ആ എനർജി ഒരാളിൽ കുറവാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നീ കലാപരമായിട്ട് നിനക്ക് നല്ലൊരു കഴിവുണ്ടെങ്കിൽ നിനക്ക് ആ കലാപരമായിട്ടുള്ള എനർജി ഉണ്ടല്ലോ, അത് ഒത്തിരി കൂടുതലായിരിക്കും. അത് കൂടുതലുള്ളതുകൊണ്ടാണ് നിനക്ക് ആ കഴിവ് വരുന്നത്. ചിലർക്ക് പോലീസ് ഉദ്യോഗം, പട്ടാളം, ഇതിലൊക്കെ ആയിരിക്കും. ചിലർ ഞാൻ ചെന്ന് പട്ടാളത്തിൽ പോകാൻ താല്പര്യമുണ്ടോ, അയ്യോ എനിക്ക് പേടിയേ, അതെന്താ അവൻ പേടിക്കണത്? അപ്പോൾ അവന് ആ നിയമം പോരാടണം എന്ന എനർജി അവന് കുറവാണ്. അതുകൊണ്ടാണ് അവന് പേടി. അത് കൂടിയിരിക്കണവൻ ചാടിപ്പോയിരിക്കും. അതായത് ചേട്ടനുള്ള അതേ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഒരേ ദൈവത്തിൽ നിന്ന് ആ ശക്തിയിൽ വ്യത്യാസങ്ങളുണ്ട്, ഏറ്റക്കുറച്ചിൽ വരും. ഇപ്പം എന്നിലൊരിക്കുന്ന ആ എനർജീസിൽ പ്രധാന എനർജി 7 ആണ്. 7 ചക്രാസ് കേന്ദ്രങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. എനിക്കിപ്പോൾ മഞ്ഞ എന്ന ഒരു കളർ വെച്ചുള്ള ആ എനർജി, അതിന് എനിക്കിപ്പോൾ 30%, ചിലപ്പോൾ നിനക്കത് 25% ആയിരിക്കാം. പക്ഷെ ആ എനർജി അവിടെ ഉണ്ട്, അതില്ലാതെ മനുഷ്യനില്ല. ആ എനർജിയിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ഇപ്പം ചേട്ടൻ ഈ അതീന്ദ്ര ശക്തിയോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സംവദിക്കുന്ന പോലെ എനിക്ക് സംവദിക്കാൻ കഴിയും. നമുക്കങ്ങനെ മാറ്റി ചെയ്യണത്, ഒരു മാങ്ങേനെ നമ്മൾ മറ്റേ കെമിക്കലിട്ട് പഴിപ്പിച്ച് തിന്നാൽ എങ്ങനെ ഇരിക്കും? അതിന് തുല്യമാണ്. നമ്മളെന്തിന് മാറ്റാൻ പോകണം? നമ്മൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം വന്നത്. ഈ അളവ് വെച്ചതും നമ്മൾ അറിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യം, നടക്കേണ്ട കാര്യമാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് അവൻ താനേ നിന്ന് പഴുത്ത മാങ്ങയ്ക്ക് തുല്യം. മരത്തിൽ നിന്ന് പഴുത്ത മാങ്ങയല്ലേ എല്ലാവരും പറിച്ചിട്ടുള്ളൂ. കടയിൽ നിന്ന് വാങ്ങിക്കണ മാങ്ങ നമുക്ക് ഡൗട്ടാണ്. ഇതൊരു ഒറ്റ പൊടിയിട്ടതാണോ, വാടിപ്പഴിപ്പിച്ചതാണോ, പുക കാണിച്ചതാണോ? നമ്മളെന്തിനീ പുക കാണിച്ച് പഴിപ്പിക്കാൻ പോകണം? ദൈവത്തിൻ്റെ വ്യവസ്ഥയുണ്ട്, പ്രകൃതിയിൽ മനുഷ്യനെ പറഞ്ഞിട്ടുണ്ട്, നീ പോസിറ്റീവായി നിനക്ക് വളരണോ, നീ പോസിറ്റീവായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റിവിറ്റി കൂട്ടുക. അപ്പം ആ മേഖലയിലുള്ള ആ ചക്രാസിലുള്ള ആ ശക്തി താനേ കയറിക്കോളും.